അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹിം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ വലിമുസന്നിഫി ഹാദൽ കിതാബിൽ മുബാറക്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അളീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളീന വറബ്ബുൽ അർശിൽ കരീം. اللهم وما قدرت لنا من خير وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأحسن الوجوه كلها وأصوبها وأصواها فإنك على ما تشاء قدير وبالإجابة جدير. نعم المولى ونعم النصير. اللهم وما قدرت لنا من شر وتحذرنا منه فاصرفه عنا يا حي يا قيوم. لا إله إلا أنت سبحانك إني كنت من الظالمين. سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم يا رب العالمين ويا أرحم الراحمين. അപ്പോൾ നമ്മൾ മുഹററിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. മുഹററിന്റെ മുസന്നിഫ് ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള്, അതുപോലെ നമ്മുടെ മുന്നിലുള്ള മിൻഹാജി ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങള്, അവരൊക്കെ ഈ കിതാബ് തസ്നീഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന കറാമത്തുകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹറർ ചർച്ച ചെയ്യുന്നത് മുഹററാണ് നമ്മുടെ മുന്നിലുള്ള ഈ മിൻഹാജി ഇമാം നബവി തങ്ങളുടെ മിൻഹാജി, അതിൻ്റെ അസ്ലി മുഹററാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് ഒരു തൗത്തിയത്തായിട്ടാണ് ഈ മുഹററിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വഹുവ ഈ മുഹറർ കസീറുൽ ഫവായിദ്, ധാരാളം ഫായിദയുള്ളതാണ്, നല്ല ഫലമുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഫായിദ എന്ന് പറയാറുണ്ട്. നല്ല ഫായിദ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണയിൽ ഫായിദ എന്ന് പറഞ്ഞാൽ ഒരു ഫേല് പ്രവൃത്തി ചെയ്താൽ അതുകൊണ്ട് കിട്ടുന്ന മസ്ലഹത്ത് ഗുണം. ഒരാളൊരു കാര്യം ചെയ്തു എന്നാൽ അതുകൊണ്ട് കിട്ടുന്ന ആ ഗുണത്തിനാണ്, ആ മസ്ലഹത്തിനാണ് ഫായിദ എന്ന് പറയാം. അപ്പോൾ മുഹറർ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഫലം, അതിന് തന്നെയാണല്ലോ നമ്മൾ മലയാളത്തിൽ ഫലം എന്ന് പറയില്ലേ. നല്ല ഫായിദ, ഒരുപാട് ഫായിദയുള്ളതാണ് മുഹറർ. അത് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അങ്ങനെ പറഞ്ഞ് അത് അനുഭവത്തിൽ നമ്മളൊക്കെ കണ്ടതുമാണല്ലോ. ഉംദത്തുൻ ഫീ തഹ്ഖീഖിൽ മദ്ഹബ് തഹ്ഖീഖാക്കുന്ന വിഷയത്തിൽ ഒരു ആധികാരിക ഗ്രന്ഥമാണ്. ഉംദക്ക് നമുക്ക് അങ്ങനെ വായനവെക്കാം, ആധികാരിക ഗ്രന്ഥം. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മദ്ഹബ്, ഷാഫി മദ്ഹബ് തഹ്ഖീഖാക്കുന്ന വിഷയത്തിൽ ആധികാരിക ഗ്രന്ഥമാണ് മുഹറർ. ഉംദത്തുൻ ഫീ തഹ്ഖീഖിൽ മദ്ഹബി. തഹ്ഖീഖാക്കുക എന്നതിൻ്റെ മയന കഴിഞ്ഞ സബക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദലീലുകൾ പറഞ്ഞിട്ട് സ്ഥാപിക്കുക, ദലീല് പറഞ്ഞിട്ട് സ്ഥാപിക്കുന്നതിനാണ് തഹ്ഖീഖ് എന്ന് പറയുക. അപ്പൊ ഷാഫി മദ്ഹബിലെ ഒരു ഫിഖ്ഹ് മസ്അല അത് ദലീല് പറഞ്ഞിട്ട് സ്ഥാപിക്കുന്നതിൽ ആധികാരിക കിതാബാണ് മുഹറർ. വഹുവ കസീറുൽ ഫവായിദി, അത് ധാരാളം ഫായിദയുള്ളത് കിതാബാണ്. ഉംദത്തുൻ ഫീ തഹ്ഖീഖിൽ മദ്ഹബി. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മദ്ഹബ് തഹ്ഖീഖാക്കുന്നതിൽ ആധികാരിക ഗ്രന്ഥവും ആണ്. മദ്ഹബിന്റെ മാന എന്താ?
ഈ മാ ദഹബ ഇലൈഹി ഷാഫിയ്യു അസ്ഹാബുഹു മിനൽ അഹ്കാമി ഫിൽ മസായിലി. അതാണ് മദ്ഹബിന്റെ മാന. മക്കൾ ഓർമ്മിച്ചു വെക്കണേ, മദ്ഹബ് കുറെ കാലയില്ലേ നമ്മളെ മദ്ഹബ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് മദ്ഹബിന്റെ ഇസ്തിലാഹിയായ മാന? തഹ്കീക്കിൽ മദ്ഹബ് പറഞ്ഞാൽ അൽ മദ്ഹബ്, ഏതെങ്കിലും മദ്ഹബല്ല. അതുകൊണ്ടാണ് മാ ദഹബ ഇലൈഹി ഷാഫിയു പറയുന്നത്. ഷാഫി മദ്ഹബ് ഫി തഹ്കീക്കിൽ മദ്ഹബിന്റെ മാന വെക്കേണ്ടത് ഷാഫി മദ്ഹബ് തഹ്കീക്കാക്കുന്നതിൽ. കാരണം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാഫി മദ്ഹബാന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ല. മാ ദഹബ ഇലൈഹി ഷാഫിയ്യു വഅസ്ഹാബുഹു മിനൽ അഹ്കാമി ഫിൽ മസായിലി. മസ്അലകളിലുള്ള ഹുക്കുമുകളിൽ ഒരു മസ്അല, ഒരു വിഷയം, ആ വിഷയത്തിലുള്ള ഹുക്കുമ്, ആ ഹുക്കുമ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളും അദ്ദേഹത്തിന്റെ അസ്ഹാബും, അസ്ഹാബിന്റെ മാന എന്താണെന്നും നേരത്തെ പറഞ്ഞിട്ടുണ്ടേ, ഓർക്കുന്നുണ്ടല്ല. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങള്, അദ്ദേഹത്തിന്റെ അസ്ഹാബ് എന്ന് പറഞ്ഞാൽ മസ്അലയിൽ അദ്ദേഹത്തെ പിൻപറ്റിയ ഫുഖഹാക്കൾ, ആ ഫുഖഹാക്കൾ പോയ വഴി, മസ്അലകളിൽ പോയ വഴി, അതിനാണ് മദ്ഹബ് എന്ന് പറയുക. മാ ദഹബ ഇലൈഹി ഷാഫിയ്യു വഅസ്ഹാബുഹു മിനൽ അഹ്കാമി ഫിൽ മസായിൽ. അത് മജാസൻ മക്കാനി ദഹാബ്, ഇത് മജാസാണ്. ദഹബാന്ന് മദ്ഹബ് എന്താ പോയ വഴി. അത് ഹക്കീക്കിയായതിന്റെ ഉപയോഗം അതാണ്. ഹക്കീക്കിയായിട്ട് മദ്ഹബ് എന്താ പോയ വഴി. അത് മജാസായിട്ടാണ് നമ്മളത് ഏതിൽ ഉപയോഗിക്കുന്നത്? മസ്അലകളിൽ പോയ ഒരു മസ്അലിന്റെ ഹുക്കുമ്, ആ ഹുക്കുമ് കണ്ടെത്താൻ പോയതിനെ സംബന്ധിച്ച് നമ്മൾ മദ്ഹബ് ഉപയോഗിക്കുന്നത് മജാസാണ്. മദ്ഹബിന്റെ യഥാർത്ഥ മാന എന്താ? അത് എവിടെയാണത് ഹക്കീക്കി മദ്ഹബ്? നടന്നു പോയ വഴി, അതാണ് മദ്ഹബ് ഹക്കീക്കിയിൽ. മജാസായിട്ട് ഇപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നത് ചെയ്തില്ല. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളും അദ്ദേഹത്തെ പിൻപറ്റിയ അദ്ദേഹത്തിന്റെ മദ്ഹബിലെ ഫുഖഹാവും ഒരു മസ്അല പറയുന്നതിൽ അവർ പോയ ഹുക്കുമ്, ആ ഹുക്കുമിന് പോയ വഴികൾ. അപ്പോൾ കസീറുൽ ഫവായിദി ഉംദത്തുൻ ഫി തഹ്കീക്കിൽ മദ്ഹബി. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മദ്ഹബ് അത് തഹ്കീക്കാക്കുന്നതിൽ ഒരു ആധികാരിക ഗ്രന്ഥവും ആണ്. മുഅ്തമദുൻ ലിൽ മുഫ്തി വഗൈരിഹി മിൻ ഉലിർ റഗബാത്തി. മുഅ്തമദുൻ ഒരു അവലംബ ഗ്രന്ഥമാണ്. ആർക്ക്? ലിൽ മുഫ്തി, ഫത്വ കൊടുക്കുന്നയാൾക്ക്. ഫത്വ കൊടുക്കുന്ന ഒരാൾക്ക് ഷാഫി മദ്ഹബില് ഒരു ഫത്വ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്നയാൾക്ക് ഒരു അവലംബിക്കാൻ വേണ്ടി പറ്റിയ കിതാബുമാണ് മുഹറർ. ഷാഫി മദ്ഹബിൽ ഒരു ഫിഖ്ഹിയായ മസ്അല ഒരാൾ ചോദിച്ചാൽ, ആ ഫിഖ്ഹിയായ ഒരു മസ്അല ചോദിച്ചാൽ അതിന് ജവാബ് പറഞ്ഞു കൊടുക്കാൻ ഒരവലംബം വേണം. ഒരവലംബമൊന്നുമില്ലാതെ ചോദിച്ചതിന് എന്തെങ്കിലും മറുപടി പറഞ്ഞു കൊടുക്കരുത്. ഒരു മുഫ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്കൊരു മസ്അല അറിയില്ല, ഫിഖ്ഹിന്റെ മസ്അലയിൽ പോയിട്ട് ചോദിച്ചാൽ അതിന് ജവാബ് പറഞ്ഞു കൊടുക്കണം. ആ ജവാബ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇക്കാലം എന്താണ്? എന്ത് ചോദിച്ചാലും എന്തും പറയും, ഒരവലംബവും ഉണ്ടാവില്ല. ഒരവലംബവും ഇല്ലാതെ ഒരു മസ്അല പോയി ചോദിച്ചാൽ എന്താ ആ ചോദിക്കപ്പെട്ടയാളുടെ മനസ്സിൽ തോന്നുന്നത് അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് തന്നെ മുഫ്തി എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരാളോട് ചെന്നിട്ട് ഒരു മസ്അല ചോദിക്കുകയാണ്, അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. ചിലപ്പോ ഈ സായിലിന്റെ അത്രയും ഈ മസ്ഊലിന് അറിയില്ല. പക്ഷെ അറിയില്ല എന്ന് പറയില്ല, ഒരു കിബറല്ലേ, ഒരു ഐബല്ലേ. അറിയില്ല എന്നെങ്ങനെ പറയാ? ഞാൻ വലിയൊരു മൈലാറുമല്ലേ, അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട്
തുറന്നങ്ങ് പറയും. എന്തായി പറയുന്നയാൾക്ക് തന്നെ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു അത്ഭുതകരമായ കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് നിങ്ങളുടെ അവിടെ ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞതൊന്ന് നോക്കിയ മക്കളെ, നിങ്ങളിത് ഓർമ്മിക്കണേ. ലിൽ മുഫ്തി അതിന് ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞത് നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കിയേ. ഹുവ മൻ യുഖ്ബിറു സായിലഹു അൻ ഹുക്മിൻ ഫീ മസ്അലതിഹി. ഒരു മസ്അലയിൽ ഒരു ഹുക്കുമ് ചോദിച്ച ഒരാൾ, അപ്പൊ അയാൾക്ക് വിവരം പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാണ് മുഫ്തി എന്ന് പറയാ. ഒരാൾ പറഞ്ഞിട്ട് ഒരു മസ്അല ചോദിച്ച്, എന്നാൽ ആ മസ്അലക്ക് അതിന്റെ ഹുക്കുമ പറഞ്ഞു കൊടുക്കുക. ആ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാണ് മുഫ്തി എന്ന് പറയാം. വയജിബു അലൈഹിൽ ജവാബു ബിശുറൂത്തിൻ സബ്അത്തിൻ. 7 ഷർത്തുണ്ടെങ്കിൽ ഒരാൾക്ക് മറുപടി പറയാൻ പറ്റുമെന്നാ പറയുന്നത്. ഒരാളോടൊരു മസ്അല ചോദിച്ചാൽ അയാൾ ജവാബ് പറയണമെങ്കിൽ അവിടെ 7 ഷർത്തുകളൊക്കെ ഉണ്ട്, എന്നാലേ അയാളതിന് മറുപടി പറയാൻ പോകണ്ടോന്ന്. അങ്ങനെ കൗനുസ്വാലിയം വാജിബിൻ ഒരു നിർബന്ധമായ കാര്യമാണ്. അയാൾക്ക് പറഞ്ഞു കൊടുത്തേ പറ്റൂ, പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാണ്. എന്നാലേ അതിന് മറുപടി പറയാൻ പോകണ്ടു. അല്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ മറുപടി പറഞ്ഞിട്ട് എന്തിനാ അതും കൊണ്ട് നടക്കുന്നത്? നിർബന്ധമാണെങ്കിൽ മറുപടി പറഞ്ഞു കൊടുക്കുക. ശർഈയായ ഹുക്മ എനിക്ക് അറിയണോ? ഈ ചോദിക്കപ്പെട്ട ഇയാൾക്ക് മറുപടി പറയാൻ പറ്റണമെങ്കിൽ അയാൾക്ക് അത് സംബന്ധിച്ചിട്ടുള്ള ഇൽമ് വേണം. ഇൽമില്ലെങ്കിൽ എന്തെങ്കിലും മറുപടി പറഞ്ഞു കൊടുക്കരുത്, അത് തെറ്റാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചിട്ട് അത് അറിയില്ലെങ്കിൽ അതിന് മറുപടി പറഞ്ഞു കൊടുക്കൽ തെറ്റാണ്. മറുപടി പറഞ്ഞു കൊടുക്കാൻ പോകരുത്. ഇൽമുഹു ബിൽ ഹുക്മി ശർഈ വഖൗഫു ഫവാത്തിഹി. ചോദിച്ചിട്ട് ഇയാൾക്ക് മറുപടി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ഒരു വിഷയമുണ്ട്. അയാൾക്ക് അറിയുന്ന ഇൽമ് പറഞ്ഞു കൊടുക്കാതെ വിട്ടാലുണ്ടാകുന്ന ആ ഫൗത്ത്, അത് അതിനെ സംബന്ധിച്ചുള്ള പേടി വേണം. ആ പേടി കൊണ്ടാണ് ഇയാൾ പറഞ്ഞു കൊടുക്കുന്നത്. ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ ഇവിടെ പ്രശ്നമല്ലേ? അയാൾ അതുകൊണ്ട് ബുദ്ധിമുട്ടി പോവില്ലേ, വിഷമിച്ചു പോവില്ലേ? ആ പേടി ഉണ്ടെങ്കിലേ ആ മറുപടി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകണ്ടു. അദാലത്തിഹി, ഈ മറുപടി പറഞ്ഞു കൊടുക്കുന്ന ഈ മുഫ്തി ഒരു നീതിമാനായിരിക്കണം. അതില് വേണം അയാൾക്ക്, ഫാസിക്കൊന്നും ആകരുത്. വംഫിറാദിഹി ബി മഅരിഫത്തിൽ ഹുക്മി, ഇത് പറഞ്ഞു കൊടുക്കാൻ അയാളെ ഉള്ളു. അയാളെക്കാൾ വലിയ ആരെങ്കിലും അവിടെ ഉണ്ട്, ഒരു വലിയ ഉസ്താദോ ഒരു വലിയ ഷെയ്ഖോ ഉണ്ട്, ഇയാളെക്കാൾ ഇത് പറഞ്ഞു കൊടുക്കാൻ അർഹതയുള്ളയാള്. എന്നാൽ അവിടെ പോയിട്ട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയാതെ വിടുകയാണ് വേണ്ടത്. തക്ലീഫിഹി, മുക്കല്ലഫു ആയിരിക്കണം. ഗൈറു മുക്കല്ലഫൊന്നും പോയിട്ട് ഗൈറു മുക്കല്ലഫൊന്നും ഈ മറുപടി പറയാൻ വേണ്ടി നിൽക്കരുത്. തക്ലീഫൊന്നും ഇല്ലാത്ത ആക്കിലും ബാലുവോ ഒന്നും ആകാത്ത ഒരാൾ ഇതിനൊന്നും ജവാബ് പറയാൻ നിൽക്കരുത്. പോട്ടെ, ഇനിയും ധാരാളം ഷർത്തുകൾ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട് ഫത്ഹുൽ മുഈനിൽ നിന്ന്. ഷുറൂത്തുൽ മുഫ്തി, ഷുറൂത്തുൽ മുസ്തഫ്തി, അതൊക്കെ വലിയ ബാബുകളാണ് മക്കളെ. ഒരു കാര്യം അവിടെ മനസ്സിലാക്കി വെക്ക്. നമ്മുടെ പണ്ടൊരാളൊരു ഫിഖ്ഹിന്റെ മസ്അല ചോദിച്ചു. തീർച്ചയായും റഹ്മാനികളാണ്. റഹ്മാനികൾ എന്ന് പറഞ്ഞാൽ മതവും ഭൗതികവും നന്നായിട്ട് അറിയുന്ന സൂക്ഷ്മതയുള്ള ആലിമ്യങ്ങളാണെന്നാണ് നമ്മളെല്ലാവരും നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. കേരളക്കാർക്ക് ഒരു നിർബന്ധ ധാരണയുണ്ട്, ഒരു പൊതു ധാരണയുണ്ട്. റഹ്മാനികൾ അവർ നന്നായിട്ട് പഠിച്ച മക്കളാണ്, ദീനും ദുനിയാവും പഠിച്ച മക്കളാണ്, സൂക്ഷ്മതയുള്ളവരാണ് എന്ന് മൊത്തത്തിൽ റഹ്മാനികളെ സംബന്ധിച്ചൊരു നല്ല അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അല്ലാഹു തആല നിലനിർത്തട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ നമ്മോട് ചോദിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചാണ് ആളുകൾ നമ്മോട് ചോദിക്കുന്നത്. അതിനെ സംബന്ധിച്ച് നന്നായിട്ട് പഠിക്കണം, എന്ത് മറുപടി പറഞ്ഞെടുക്കണം. നന്നായി മഹല്ലി 4 ജുസ് പഠിച്ചാൽ മതി. എന്നാൽ ഷാഫി മദ്ഹബിലെ ഏത് മസ്അലക്കും ഫത്വ കൊടുക്കാൻ വേണ്ടി സാധിക്കും.
നന്നായിട്ട് മഹല്ല് ഓതി പഠിക്കണം. അതിന് നമുക്ക് കിട്ടിയ സമയമാണ്. ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്ത്. അണ്ട് അതിനുശേഷം ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞു കേൾക്ക്. കാലൽ മുഹാസബി റഹിമഹുല്ലാഹ് യുസ്അലുൽ മുഫ്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മുഫ്തിയോട് ചോദ്യം ചെയ്യപ്പെടും. ഒരു മുഫ്തിനെ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും. അൻ സലാസിൻ, 3 കാര്യം. ഇപ്പൊ ഏതൊരു മസ്അലിന്റെയും ഹുക്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നാളെ ഖിയാമത്ത് നാളിൽ 3 കാര്യം അല്ലാഹു തആല എന്നോട് ചോദിക്കും. ഹൽ അഫ്ത അൻ ഇൽമിൻ, ഇൽമോട് കൂടിയാണോ നീ ഫത്വ കൊടുത്തത്? എന്നോടൊരു മസ്അല ചോദിച്ച് ആ മസ്അലയെ സംബന്ധിച്ച് എനിക്ക് അറിഞ്ഞത് കൊണ്ടാണ് നീ ഫത്വ കൊടുത്തത്, അല്ല എങ്ങനെയോ മറുപടി പറയാതിരിക്കുക എന്ന ഹയാവ് കൊണ്ടാണ് നീ മറുപടി കൊടുത്തത്? നീ കൊടുത്ത ആ ഫത്വയിൽ നിനക്ക് അത് സംബന്ധിച്ച് ഇൽമുണ്ടോ? നാളെ മഹ്ശറിൽ വെച്ച് ചോദിക്കും. വഹൽ തസ്വിഹു ഫിൽ ഫുതിയ, ഫത്വക്ക് എനിക്ക് കിട്ടിയ ആ ഇൽമ്, അത് ആ നീ പറഞ്ഞു കൊടുത്ത ഇൽമ് അത് ഫത്വക്ക് പറ്റിയ ഇൽമാണോ? ശ്രദ്ധിക്കണം മക്കളെ. നിങ്ങളോട് ചോദിച്ച ഈ ഫത്വക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയ ആ ഇൽമുണ്ടായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത ആ ഫത്വ സഹീഹാണോ? 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം വഹൽ അഖ്ലസ ഫീഹാ ലില്ലാഹി തആല, ഇഖ്ലാസോട് കൂടിയാണോ ഈ മറുപടി പറഞ്ഞു കൊടുത്തത്? അല്ലാഹു തആലാന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടാണോ നീ ഫത്വ കൊടുത്തത്? അല്ല ആ ഫത്വ കൊടുക്കുന്നതിന്റെ പിന്നിൽ നിനക്ക് വല്ല ദുരുദ്ദേശവും ഉണ്ടായിരുന്നോ? 3ാമത്തെ ചോദ്യമാണ്. ഇപ്പൊ ഫത്വ കൊടുക്കുക എന്നുള്ളത് അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. എന്തെങ്കിലും തോന്നിയത് അടിച്ചങ്ങ് പറയുക. ഇന്നലെ എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഇതേ ക്ലാസ് റൂമിൽ ഇവിടെ കിതാബ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കിതാബ് തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു 3 പേര് വന്നു. അതിൽ ഒരു മൊയ്ലാറുണ്ട്. മൊയ്ലാറ് പേരല്ലേ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. എന്തോ ഒരു ചർച്ച തുടങ്ങി. വലിയ സീരിയസ് ആയ ഒരു തലാക്ക് വിഷയമാണ്. ആ ചർച്ച തുടങ്ങിയപ്പം തന്നെ ഈ 2 നാടന്മാരാണ്. അവർക്ക് കൂടുതലൊന്നും മസാല അറിയില്ല. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഉടനെ ഈ മൊയ്ലാറ് പറയാണ്, അത് ഫസ്ഖ് ചെയ്താൽ മതി, ആ നിക്കാഹ് ഫസ്ഖ് ചെയ്താൽ മതി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താ ഈ ഫസ്ഖ് ചെയ്യാന്നെ? ഫസ്ഖ് എന്ന് പറഞ്ഞാൽ ഫസ്ഖ് ചെയ്യാന്ന് അതിന്റെ അർത്ഥം. ഞാൻ ചൂടായി. എന്ത് ഫസ്ഖിന്റെ മസ്അല എന്താണ്? ആ ലഫ്ള് കേട്ട് എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് ഒരു വിവരവും അയാൾക്കില്ല. ആ വിവരമില്ലാത്ത നിലക്കാണ് ആ 2 ആൾക്ക് ഫത്വ കൊടുത്തത്. നിങ്ങൾ പോയിട്ട് ആ നിക്കാഹ് ഫസ്ഖ് ചെയ്തോ? എന്ത് ഫസ്ഖ് എന്ന് പറഞ്ഞാൽ എത്ര സീരിയസ് ആയ ഒരു വിഷയമാണ്. അല്ലാഹു തആല എന്നെ മുൻനിർത്തി ചെയ്ത ഒരു അഖദാണ് നിക്കാഹ്. ആ നിക്കാഹാണ് കൊണ്ടുപോയിട്ട് ഫസ്ഖ് ചെയ്യുന്നത്. ഫുഖഹാക്കള് അതിനെ സംബന്ധിച്ച് എത്ര വിശദമായിട്ട് പറഞ്ഞ്, ഒന്നും അറിയാതെ ഒറ്റ വാക്കിൽ പോയിട്ട് ഫസ്ഖ് ചെയ്തു. അവസാനം ഞാൻ അയാളോട് വല്ലാതെ തർക്കിച്ച് പെട്ടെന്ന് ഞാൻ വളരെ ക്ഷോഭിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ്, നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഫത്വ കൊടുക്കാൻ വേണ്ടി പോയ നേരെ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞ ഇത് എന്താ ചെയ്യുക? അതുകൊണ്ട് മക്കളെ, ഇസ്ലാമിന്റെ ഹുക്മുകൾ, ഫിഖ്ഹിന്റെ മസ്അലകൾ അത് ചോദിച്ചാൽ ഏതെങ്കിലും നിലക്കൊന്നും ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ട. ഫത്വ കൊടുത്താൽ നാളെ മഹ്ശറിൽ വെച്ചിട്ടുള്ള ഈ 3 ചോദ്യം നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കണം. ഓരോ മസ്അലയിലും ഫിഖ്ഹിന്റെ മസ്അല ഒരാൾ ചോദിച്ചിട്ട് അതിന് ജവാബ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്, ഫത്വ കൊടുക്കുന്ന സമയത്ത് ഇമാം കല്യൂബി തങ്ങൾ പറഞ്ഞ ഇത് നിങ്ങൾ ശരിയായ നിലക്ക് നിങ്ങൾ ഓർമ്മിക്കണം. ഫത്വ കൊടുക്കാൻ വേണ്ടി പറ്റണമെങ്കിൽ നാളെ 7 ഷർത്തുകൾ പറഞ്ഞ് അതിന് പുറമെ നാളെ മഹ്ശറിൽ ഈ ഫത്വ കൊടുത്ത മുഫ്തിയോട് അല്ലാഹു തആല ചോദിക്കും.
നിനക്ക് ഈ ഫത്വ കൊടുക്കുന്ന വിഷയത്തിൽ ഇൽമുണ്ടായിരുന്നു, നീ കൊടുത്ത ഫത്വ ശരിയായിരുന്നു, അല്ലാഹു തആലയുടെ വജ്ഹിന് വേണ്ടിയാണോ നീ ഫത്വ കൊടുത്തത്, ആ ഫത്വ കൊടുക്കുന്ന സമയത്ത് നിനക്ക് വല്ല ദുരുദ്ദേശവും ഇവിടെ ഉണ്ടായിരുന്നു, അതിന്റെ ജവാബ് കണ്ടെത്തിയിട്ട് മാത്രമേ ഫിഖഹിന്റെ ഒരു മസ്അല ചോദിച്ചാൽ അതിന് ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാവൂ. അങ്ങനെ ഫത്വ കൊടുക്കാൻ കൃത്യമായിട്ട് പോകാം, ഒരു പ്രശ്നവുമില്ല. മുഹറർ നമ്മുടെ മുന്നിലുള്ള മിൻഹാജ് ഇമാം നവവി, ഇമാം മഹല്ലി തങ്ങളുടെ ശറഫുൽ മഹല്ലി കൽയൂബി, ഈ കിതാബ് നന്നായിട്ട് പഠിച്ചാൽ മതി. എന്നാൽ നല്ല നിലക്ക് ഫത്വ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. അപ്പൊ മുഅ്തമദുൻ ലിൽ മുഫ്തി, മുഫ്തിക്ക് ഒരു ഫത്വ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ആൾക്ക്, ഒരു ഫത്വ കൊടുക്കേണ്ട ഒരാൾക്ക് അവലംബിക്കാൻ പറ്റിയ കിതാബാണ് മുഹറർ. മുഫ്തിക്ക് മാത്രമല്ല, വഗൈരിഹി, മുഫ്തി അല്ലാത്തവർക്കും, മുദരിസ്, മുതഅല്ലിമ്, അവർക്കൊക്കെ അവലംബിക്കാൻ വേണ്ടി പറ്റിയ ഒരു കിതാബാണ് മുഹറർ. ഒരു മസ്അല പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തു നോക്കാം, എടുത്തു നോക്കിയിട്ട് ധൈര്യസമേതം മസ്അല പറയാം മുഹറർ. അതിനു വേണ്ടി പറ്റുന്ന ഒരവലംബിക്കാൻ വേണ്ടി പറ്റിയ കിതാബാണ്. മിൻ ഉലിർ റഗബാത്തി, താല്പര്യമുള്ളവര്, ദീന് പഠിക്കണം, ദീന് മനസ്സിലാക്കണം എന്ന് താല്പര്യമുള്ള ആൾക്ക്, ദീന് പഠിക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനും ആ ദീന് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും താല്പര്യമുള്ള മുതഅല്ലിമ്, മുദരിസ്, മുഫ്തി തുടങ്ങിയ ആളുകൾക്കൊക്കെ അവലംബിക്കാൻ വേണ്ടി പറ്റിയ ഒരു കിതാബാണ് മുഹറർ. മിൻ ഉലിർ റഗബാത്തി മിൻ അസ്ഹാബിഹ, അസ്ഹാബുർ റഗബാത്ത്, വഹിയ ബി ഫതഹിൽ ഗൈനി, റഗബാത്ത് ഗൈന് ഫതഹ്, ജംഉ റഗ്ബത്തിൻ ബി സുകൂനിഹ, റഗ്ബത്തിന്റെ ജംഅ് റഗബാത്ത്, താല്പര്യമുള്ള ആളുകൾ, ദീന് പഠിക്കാനും അത് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും താല്പര്യമുള്ള മുഫ്തി, മുദരിസ്, മുതഅല്ലിമ്, അവർക്കൊക്കെ അവലംബിക്കാൻ വേണ്ടി പറ്റിയ ഒരു കിതാബാണ് മുഹറർ. ആ നിലക്ക് ആ കിതാബ് റഹ്മുർ റഹീമീനായ റബ്ബ് നമുക്കൊക്കെ ഉപകാരപ്പെടുത്തി തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ.